ഹായ് ഓൾ. നമ്മള് ബ്ലോക്ക് 1 യൂണിറ്റ് സെക്കൻഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 2 is definitions, nodes and instructions of divide decimal classification. So we can go through it. Then what are the learning outcomes of this unit? Explain the meaning of definitions and scope nodes. There are so many ഒരുപാട് definitions scope nodes divide decimal classification and intention ഉണ്ട്. അതിന്റെ explanation നമ്മൾ പറയേണ്ട, അതിന്റെ meaning നമ്മൾ explain ചെയ്യുന്നുണ്ട്. Then what are the different types of nodes and definitions in the DDC 19th edition? Then describe the concept and utility of centered. അതായത് ഒരു സെന്റേർഡ് ആയിട്ടുള്ള ഹെഡിങ്സ് ഉണ്ടാവും. ആ ഹെഡിങ്സിന്റെ സ്കോപ്പ് എന്താണ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ദെൻ എങ്ങനെയാണ് ഒരു നമ്പർ ബിൽഡ് ചെയ്യുന്നത് DDC യൂസ് ചെയ്തിട്ട് കറക്റ്റ്ലി. അതായത് സെഷൻ മാപ്പ്, ഡെഫിനിഷൻ, എക്സ്പ്ലനേഷൻ ആൻഡ് സ്കോപ്പ്. ഈ മൂന്നെണ്ണം ഡെഫിനിഷൻസ് എന്താണെന്നും എക്സ്പ്ലനേഷൻ എന്താണെന്നും സ്കോപ്പ് എന്താണെന്നും ക്ലിയർലി നമ്മൾ പറയുന്നുണ്ട്. Then different types of nodes ഉണ്ട്. inclusion nodes, class clear, class comprehensive and ഒരുപാട് nodes ഉണ്ട്. Then centered heading or centered entry. Then number building nodes. നമ്മളൊരു classification scheme യൂസ് ചെയ്തുകൊണ്ട് നമ്പർ നമ്മൾ പ്രാക്ടിക്കലി ക്ലാസ് നമ്പർ നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യുന്നു എന്നതിന്റെ കുറച്ച് നോട്ട്സ് ഒക്കെയാണ് നമ്മൾ ഫൈനലി നോക്കാൻ പോകുന്നത്. Then we can go through it. Then introduction to entries. What are the entries in the DDC? ഒരു DDC-നകത്ത് ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ് ആണ്. സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓർ ഹാവിങ് ഓൾ ഇറ്റ്, അതായത് നമുക്ക് എന്തൊക്കെ സബ്ജക്റ്റിന്റെ ഒരു ഉള്ളടക്കം ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും. അതായത് ഹാവിങ് ഓൾ ഇറ്റ്, അതാണ് ഒരു എൻട്രി എന്ന് പറയുന്നത്. സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ് ആണ്. യൂണിറ്റ് ഇൻ ദ ഷെഡ്യൂൾസ് ആൻഡ് ടേബിൾസ്. നമ്മൾ വോളിയംസ് പഠിച്ചു നോക്കിയിരുന്നു. അതിൽ വോളിയം 1 ടേബിൾസ് ആണ്, വോളിയം 2 ഷെഡ്യൂൾസ് ആണ് പറഞ്ഞു. ഷെഡ്യൂൾസിന്റെയും ടേബിൾസിന്റെയും അകത്തുള്ള ഒരു സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ് ആണ് ഒരു എൻട്രി എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് നമ്മൾ എന്തിനാ ഇന്റർപ്രറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻസ്, സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻ. അപ്പൊ ഒരു നമ്പർ ഓർ സ്പാൻ ഓഫ് നമ്പേഴ്സ് ഉണ്ടാവും, അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഹെഡിങ് ഉണ്ടാവും. അത് നമ്മൾ എൻഡ് നോക്കിയിട്ടാണ് ദെൻ നോട്ട്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് നോക്കും. അതായത് നമ്പർ ഓർ സ്പാൻ ഓഫ് നമ്പേഴ്സ് ഉണ്ടാവും, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഹെഡിങ് ഉണ്ടാവും, ആ ഹെഡിങ്ങിന് താഴെയായിട്ട് നോട്ട്സോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇത് മൂന്നും കൂടി നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ നമ്പർ ഡിഫൈൻ ചെയ്തത്. സോ അണ്ടർസ്റ്റാൻഡിങ് നീഡ്സ് നോസ് ഇസ് എസെൻഷ്യൽ ഫോർ എ ക്ലാസിഫയർ. ഒരു ക്ലാസിഫയർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ക്ലാസിഫിക്കേഷൻ സ്കീം, അതായത് DDCയും UDCയും അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ സ്കീം യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് നമ്പർ സബ്ജക്റ്റിനെ ഒരു നൊട്ടേഷണൽ ആയിട്ട് ക്ലാസ് നമ്പറിലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ക്ലാസിഫയർ എന്ന് പറയാം. ഒരു ഗുഡ് ക്ലാസിഫയർ ആവണമെങ്കിൽ നമുക്ക് ഈ നോട്ട്സും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് അറിയണം, അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനും പറ്റണം. അപ്പോ അണ്ടർസ്റ്റാൻഡിംഗ് ദിസ് നോസ് ഇസ് എസെൻഷ്യൽ ഫോർ എ ക്ലാസിഫയർ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്. ഓക്കെ, then we can move through the definitions, explanation and scope. ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ ഒരു ലൈബ്രറിയിൽ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ബൗണ്ടറീസ്, ഒരു സബ്ജക്റ്റിന്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഓരോ ലൈബ്രറിയിലും ഡിഫറെന്റ് ആണ്. അത് സ്കീം ടു സ്കീം ചേഞ്ച് ആവും, ലൈബ്രറി ടു ലൈബ്രറിയും ചേഞ്ച് ആവും. അപ്പോ അവരെന്ത് ചെയ്യും, ഒരു മെയിൻ സബ്ജക്റ്റ് ഉണ്ട്, ആ മെയിൻ സബ്ജക്റ്റിനെ അവര് സബ് ഡിവിഷൻസ് ആക്കിയിട്ട് മാറ്റും, സബ് ടോപ്പിക്സ് ആയിട്ട് ഒരുപാട് മാറ്റും. ആ സബ് ടോപ്പിക്സിന്റെ സം ടോട്ടൽ ആണ് ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മുടെ രംഗനാഥൻ കാനൺ ഓഫ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞത്. എ ക്ലാസ് ഇസ് ദ സം ടോട്ടൽ ഓഫ് ഇറ്റ്സ് ഓൾ എന്യൂമറേറ്റഡ് സബ് ഡിവിഷൻസ്. എല്ലാ എന്യൂമറേറ്റ് ചെയ്ത, അതായത് എന്യൂമറേറ്റ് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുക, എല്ലാ എന്യൂമറേറ്റ് ചെയ്ത സബ് ഡിവിഷൻസിന്റെയും സം ടോട്ടൽ ആണ് ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് കാനൺ ഓഫ് എന്യൂമറേഷൻ. ഇറ്റ് ഈസ് ഡിവൈസ്ഡ് ബൈ SR രംഗനാഥൻ. ഓക്കെ, ദെൻ എവറി ലൈബ്രറി ക്ലാസിഫിക്കേഷൻ ഡിഫൈൻ ചെയ്യും ഒരു ക്ലാസ് ബൗണ്ടറി, ഇങ്ങനെ ഒരു സബ് ടോപ്പിക്സ് ലിസ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ നമുക്ക് DDC ബട്ട് ഈ എന്യൂമറേഷന് പറയും, ഈ ലിസ്റ്റിംഗ് ഓഫ് ടോപ്പിക്സിന് പുറമെ ഒരുപാട് നോട്ട്സും എക്സ്പ്ലനേഷൻസും തരുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എക്സ്പ്ലിസിറ്റ്, അതായത് വ്യക്തമായിട്ട് ഇനി ഒരു സമഗ്രമായ ഒരു വ്യക്തമായിട്ടൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ എന്യൂമറേഷൻസിന് പുറമെ നമ്മുടെ നോട്ട്സും ഡിവൈസസും കൂടി DDC പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റ് സ്കോപ്പ്, അതായത് ആ ഡെഫിനേഷൻ, ആ ഒരു ക്ലാസ് എന്തിനെ സൂചിപ്പിക്കുന്നു, എന്താണ് അതിന്റെ സ്കോപ്പിനെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. കൊന്നോട്ടേഷൻസ്, അതിന്റെ അർത്ഥങ്ങൾ, അത് എന്താണ് ഉദ്ദേശിക്കുന്നത് പറയുന്നുണ്ട്. പിന്നെ ബൗണ്ടറീസ് ഓഫ് ക്ലാസ്, അത് ഏത് ബൗണ്ടറി വരെ കീപ്പ് ചെയ്യുന്നു. ഇതാണ് ഡെഫിനേഷൻസിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. സോ ഇവിടെ നമ്മൾ കാനൺ ഓഫ് എന്യൂമറേഷൻ ആണ് മെയിൻലി പഠിച്ചത്. Then we can move to a definition
ഓഫ് എ ക്ലാസ്. ടു ടൈപ്സ് ഓഫ് ഡെഫിനേഷൻസ് ഉണ്ട്. എക്സ്പ്ലിസിറ്റ് ഡെഫിനേഷൻ ഉണ്ട്, ആബ്സെൻസ് ഓഫ് ഡെഫിനേഷൻ. എക്സ്പ്ലിസിറ്റ് പറഞ്ഞാൽ എന്താ? സമഗ്രമായിട്ട്, അതായത് അവിടെ വ്യക്തമായിട്ട് അവിടെ തന്നിട്ടുണ്ട്. അപ്പൻഡഡ് ഇമ്മീഡിയറ്റ്ലി ബിലോ ദ ഹെഡിങ്, ആ ഒരു ഹെഡിങ്ങിന് താഴെ കൃത്യമായിട്ട് അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ 330 എക്കണോമിക്സ് ആണ് പറയുന്നത്. ആ എക്കണോമിക്സിനകത്ത് എന്തൊക്കെ കോൺസെപ്റ്റ് അതിനകത്ത് വരും അതിൽ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ദ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആസ് ഇറ്റ് റിലേറ്റ്സ് ടു യൂട്ടിലൈസേഷൻ ഓഫ് സ്കാർ മീൻസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ് ആൻഡ് ഡിസൈർസ്, അങ്ങനെ പറഞ്ഞാൽ എക്കണോമിക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്തത് ഹെഡിങ്ങിന് താഴെ ഡിഫൈൻ ചെയ്തൊരു ഡെഫിനേഷനും ഉണ്ട്. ദെൻ ആബ്സെൻസ് ഓഫ് ഡെഫിനേഷനും ഉണ്ട്. അതായത് അവിടെ ഒരു ഡെഫിനേഷൻ ഇല്ല, ഇപ്പൊ ജസ്റ്റ് ഒരു നമ്പർ തന്നിട്ട് അതിന്റെ ഹെഡിങ് മാത്രം കൊടുത്തിരിക്കുക. അത് എന്താണ്? ഇഫ് നോ ഡെഫിനേഷൻ അപ്പിയേഴ്സ് ഇൻ ദ ഷെഡ്യൂൾ ദെൻ വി ക്യാൻ മൂവ് ടു അനദർ കീ പോയിന്റ്. ദാറ്റ് ഈസ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡിക്ഷണറി നോക്കണം. ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിക്ഷണറി നോക്കിയിട്ട് നമ്മൾ അതിന്റെ മീനിങ് ഡെഫിനേഷൻ ഒരിക്കലും കണ്ടുപിടിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏത് ഡിക്ഷണറി നോക്കാം? വെബ്സ്റ്റേഴ്സ് തേർഡ് ന്യൂ ഇന്റർനാഷണൽ ഡിക്ഷണറി ഒക്കെ നോക്കിയിട്ട് നമുക്ക് അതിന്റെ ഡെഫിനേഷൻ കണ്ടുപിടിക്കാം. ഇതാണ് ഒരു ഡെഫിനേഷൻ ഓഫ് എ ക്ലാസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു സ്കോപ്പ് നോട്ട് ആയിട്ട് സ്കോപ്പ് നോട്ടിന്റെ എക്സാമ്പിൾ ആണ് സൈക്കോളജിക്കൽ എഫക്ട്സ്. അതായത് ചില സമയത്ത് ഈ സ്കോപ്പ് നോട്ട് എന്ന് പറയുന്നത് ഡെഫിനേഷൻ ലൈക്ക് നോട്ട് ആയിരിക്കും. ഒരു ഡെഫിനേഷൻ പോലെ ആയിരിക്കും ആ നോട്ട് കൊടുത്തിട്ടുണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്ലാരിഫൈ ദ ഡോക്യുമെന്റ്സ് പ്ലേസ്ഡ്. അത് ആ ഡോക്യുമെന്റ് ഏത് സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യണം എന്ന് ക്ലിയർലി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി അത് ഡെഫിനേഷൻ പോലെ വ്യക്തമായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ട് ഒരു നോട്ട് കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം 370.158 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ എഫക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതിനകത്ത് അവർ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എഫക്ട്സ് ഓൺ സ്റ്റുഡൻസ് ഓഫ് സ്കൂൾ സിറ്റുവേഷൻ, ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് സ്കൂൾ സിറ്റുവേഷനും ടീച്ചിങ് മെത്തേഡ്സും വേറെ ഫാക്ടേഴ്സ് ഒക്കെയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളുകയാണ്. അപ്പൊ ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇതിനകത്ത് ഫിനാൻഷ്യൽ എഫക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻക്ലൂഡ് ചെയ്യോ ഈ നമ്പറിനകത്ത് എന്ന് ചോദിക്കുകയാണ്. അബ്സല്യൂട്ട്ലി ഇറ്റ് ഇസ് നോട്ട്. ഇറ്റ് ഇസ് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ സൈക്കോളജിക്കൽ ഓഫ് സ്കൂൾ സിറ്റുവേഷൻ, നോട്ട് എഫക്ട്സ് ദ ഫിനാൻഷ്യൽ എഫക്ട്സ്. ഇതാണ് ഒരു സ്കോപ്പ് നോട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സ്കോപ്പ് നോട്ട് എന്ന് പറയുന്നത് ഒരു ഡെഫിനേഷൻ ലൈക്ക് നോട്ട് ആയിരിക്കും. ഈ സ്കോപ്പ് എന്ന് പറയുന്നത് സ്കോപ്പ് എക്സ്പ്ലെയിൻഡ് വിത്ത് ഇല്ലുസ്ട്രേഷൻസ്, അതായത് ഫോർമൽ ഡെഫിനിഷന് പുറമെ DDC ഒരു ഇല്ലുസ്ട്രേഷൻസ് യൂസ് ചെയ്തിട്ട് ലിസ്റ്റ് ഓഫ് നെയിംസ് ഓർ റോൾസിനെ ഏതൊക്കെ ഏരിയ കവർ ചെയ്യുന്നുണ്ട് ഇല്ലുസ്ട്രേഷൻ മുഖാന്തരം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ 330.1542 ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക് തോട്ട്. അപ്പൊ അതിനകത്തൊരു ഫോർമലായി ഡിഫൈൻ ചെയ്യുന്ന പകരം ഒരു ഇല്ലുസ്ട്രേഷൻ യൂസ് ചെയ്തിട്ട് അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 253 സെക്യുലർ ക്ലർജിമാൻ എന്ന് പറയുന്നത് അതിനകത്ത് ആരൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്, ഏതൊക്കെ കാറ്റഗറീസ് ഉൾക്കൊള്ളുന്നുണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് സ്കോപ്പ് എക്സ്പ്ലൈൻഡ് വിത്ത് ഇല്ലുസ്ട്രേഷൻ. Then we can move through examples and exclusion note. ഇതൊരു 2 types of notes ആണ്. എക്സാമ്പിൾ നോട്ട് എന്ന് പറയുന്നത് അത് ഇല്ലുസ്ട്രേറ്റീവ് ആണ് ബട്ട് നോട്ട് എക്സോസിറ്റീവ്. അതായത് എക്സോസിറ്റീവ് പറഞ്ഞാൽ വിശദമായിട്ട് പറയുന്നില്ല, അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളും എന്നുള്ളത് ജസ്റ്റ് മാത്രം പറയുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ 549.121 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിനറൽസ്. അതായത് മിനറൽസിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഒരു എക്സാമ്പിൾസ് പറഞ്ഞിട്ട് ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ? ക്ലീവേജ്, പാർട്ടിംഗ്, ഫ്രാക്ചർ, ഹാർഡ്നെസ്, ടെനസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി. ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത്. അതായത് എക്സാമ്പിൾ ആയിട്ട് അവർ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ക്ലീവേജ് എന്താണോ, പാർട്ടിംഗ് എന്താണോ, ഫ്രാക്ചർ എന്താണോ എന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതാണ് ഇല്ലുസ്ട്രേറ്റീവ് ആണ് ബട്ട് നോട്ട് എക്സോസിറ്റീവ്. അത് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇനി എക്സ്ക്ലൂഷൻ നോട്ട് ഡിഫൈൻഡ് ബൈ വാട്ട് ഇസ് നോട്ട് ഇൻക്ലൂഡഡ്. ഇപ്പൊ ഒരു ക്ലാസ് നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ ഹെഡിങ്ങും തന്നിട്ടുണ്ട്, ബട്ട് അതിനകത്ത് എന്തോ ഒന്ന് ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കണമെങ്കിൽ 791 പബ്ലിക് പെർഫോമൻസസ് ആണ്. ബട്ട് അവിടെ പറയുന്നുണ്ട് അതർ ദാൻ മ്യൂസിക്കൽ, സ്പോർട്ട് ആൻഡ് ഗെയിം പെർഫോമൻസസ്. മ്യൂസിക്കലും സ്പോർട്ടും ഗെയിം പെർഫോമൻസസ് ഒക്കെ പബ്ലിക് പെർഫോമൻസസ് ആണ്. ബട്ട് ഈ 791 എന്ന ഇതില് ഇതൊന്നും ഉൾക്കൊള്ളില്ല. അതിന് വേറെ എന്തോ ഒരു ക്ലാസ് നമ്പർ, വേറെ എവിടെയോ ഒരു നമ്പർ DDC നമ്പർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് എക്സ്ക്ലൂഷൻ. അപ്പൊ എക്സ്ക്ലൂഷൻ അവിടെ അതർ ദാൻ എന്നാണ് അവർ യൂസ് ചെയ്യുക. എക്സാമ്പിൾ നോട്ടിനിടെ എക്സാമ്പിൾസ് എന്നവിടെ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് എക്സാമ്പിൾസും എക്സ്ക്ലൂഷൻ നോട്ട്സും പറയുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ടു ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോട്ട്സ്. ഇൻക്ലൂഷൻ നോട്ട്സ് ആണ് ഫസ്റ്റ് വൺ. അതായത് ഇവിടെ ഒരു ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അപ്പൊ നമുക്ക് അതിനൊരു നമ്പർ വേണം.
അത് നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു നമ്പറിനെ റിലേറ്റ് ചെയ്ത ഒരു നമ്പറിലോട്ട് നമ്മൾ അത് ഫിക്സ് ചെയ്യും. ഒരു മെയിൻ ക്ലാസ് എന്ന് പറയുന്നത് ഫുള്ളി ഡെവലപ്ഡ് സബ്ജക്റ്റ് ആണ്. ബട്ട് ഇൻക്ലൂഷൻ റൂമിനെ നമ്മൾ സ്റ്റാൻഡിംഗ് റൂം ആയിട്ടാണ് പറയാം. അതായത് ഹോപ്പ് ബേസിസ്, അതായത് അഫിനിറ്റി ഏറ്റവും അടുപ്പമുള്ള നമ്പറുമായിട്ട് സാമ്യമുള്ള നമ്പറുമായിട്ട് നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അതാണ് അഡ്ഹോക്ക് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ 398.47 ഗോസ്റ്റ് എന്നുണ്ട്. അതിൽ നമ്മൾ എന്തും കൂടി ഇൻക്ലൂഡഡ് ആണെന്ന് പറയേണ്ടത് ഇൻക്ലൂഡിങ് എന്നൊരു കീവേഡ് ആണ് യൂസ് ചെയ്യുക. ഇൻക്ലൂഡിങ് ഹോണ്ടഡ് പ്ലേസസ്, അതായത് ഹോണ്ടഡ് പ്ലേസ് ഒരു ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ല, ബട്ട് അതുമായിട്ട് ഏറ്റവും സാമ്യമുള്ളത് ഗോസ്റ്റ് എന്ന ഒരു പദമാണ്. അപ്പൊ ആ ഹോണ്ടഡ് പ്ലേസിനെ നമ്മൾ 398.47 എന്ന ഗോസ്റ്റിനകത്ത് നമ്മളത് ഉൾക്കൊള്ളുന്നു. അതായത് വേറൊരു നമ്പർ കണ്ടുപിടിക്കുന്നത്. അതാണ് ഒരു ഏറ്റവും സാമ്യമുള്ള ഏറ്റവും അടുപ്പമുള്ള ഒരു നമ്പറിലേക്ക് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണ്. അതൊരു സ്റ്റാൻഡിങ്, അത് താൽക്കാലിക മാത്രമാണ്. വേറെ എവിടെ ഹോണ്ടഡ് പ്ലേസിന് വരും കൂടുതൽ എഡിഷൻസ് വരുന്ന സമയത്ത് അതിൽ ഇൻക്ലൂഡ് ആണെങ്കിൽ അതിലോട്ട് ചേഞ്ച് ആവും. റീലൊക്കേറ്റ് ടൈപ്സ് ഓഫ് നോട്ട്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് ഫസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇൻക്ലൂഷൻ നോട്ട് എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് വൺ ആണ് ക്ലാസ് ഹിയർ നോട്ട്സ്. അതായത് ബ്രോഡർ ഓർ നാരോവർ ടോപ്പിക്സ് ഉണ്ടാവും, ബട്ട് അത് ലോജിക്കലി ഫിറ്റ് അല്ല. പക്ഷെ അതിനൊരു സ്ഥലം വേണമല്ലോ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 576 മൈക്രോബ്സ് ആണ്, പക്ഷെ അവിടെ മൈക്രോബയോളജിയും കൂടി ഇവിടെ ഉൾക്കൊള്ളും. ക്ലാസ് ഹിയർ മൈക്രോബയോളജി ആണ് ഉൾക്കൊള്ളും. ഇതൊരു ബ്രോഡർ നാരോവർ ടോപ്പിക്സ് ആണ്, ലോജിക്കലി ഫിറ്റ് അല്ല, ബട്ട് അതിന് സ്പേസ് വേണ്ടതുകൊണ്ട് നമ്മളവിടെ കൊടുക്കുന്നു. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ ആണ് 370.19 സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ. അവിടെ നമ്മൾ ക്ലാസ് ഹിയർ എഡ്യൂക്കേഷണൽ സോഷ്യോളജി ആണ് അവിടെ ഉൾക്കൊള്ളുന്നത്. അപ്പൊ ഈ ടോപ്പിക്സ് പറയുന്നത് റിലേറ്റീവ് ഇൻഡെക്സിലും കൂടിയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ക്ലാസ് ഹിയർ നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു കോൺസെപ്റ്റ് ചെയ്താണ്. നമ്മൾ ഡിഫറെന്റ് ഇൻക്ലൂഷൻ നോട്ടും ക്ലാസ് ഹിയർ നോട്ട്സ് നമ്മളൊരു ചെക്കിംഗ് നോക്കാം. ഒരു ഫീച്ചർ ആണ് സ്റ്റേറ്റസ് ഓഫ് എ ടോപ്പിക്. ഇൻക്ലൂഷൻ നോട്ട് എന്ന് പറയുന്നത് നോട്ട് ഫുള്ളി ഡെവലപ്ഡ്, അതൊരു താൽക്കാലികമായിട്ടുണ്ട്, അഡ്ഹോക്ക് ബേസിസ് ആണ്. ക്ലാസ് ഹിയർ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡർ ഓർ നാരോവർ ദാൻ ദ ഹെഡിങ്, ഹെഡിങ്ങിനേക്കാളും നാരോവറോ ബ്രോഡോവറോ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കും അതിൽ ഉൾക്കൊണ്ടിരിക്കുക. റിപ്ലേസ്മെന്റ് ലോജിക്, അഡ്ഹോക്ക് ബേസിസ്, നമ്മളിവിടെ താൽക്കാലികമാണ്, ടെമ്പററി ആണ്. ക്ലാസ് ഇയർ നോട്ട്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അക്കോമഡേഷൻ ആണ്, മേജർ ടോപ്പിക്കാണ് നമ്മൾ അവിടെ ഉൾക്കൊണ്ടിപ്പിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഹോണ്ടഡ് പ്ലേസ് പറഞ്ഞു, ക്ലാസ് ഹിയർ നോട്ട്സിൽ മൈക്രോബയോളജി പറഞ്ഞു. മൈക്രോബയോളജി എന്ന് പറയുന്നത് ബ്രോഡർ ഓർ നാരോവർ ആണ് ഹെഡിങ്ങിനേക്കാളും. 576 മൈക്രോബ്സ് എന്ന് പറയുന്നത് ഒരു വളരെ കുഞ്ഞതാണ്, അതിനേക്കാൾ ബ്രോഡറോ നാരോവർ ആണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഇതാണ് ഒരു കോൺസെപ്റ്റ് ചെക്ക് ഇൻക്ലൂഷൻ നോട്ട്സും ക്ലാസ് ഹിയർ നോട്ട്സും തമ്മിൽ. ദെൻ നെക്സ്റ്റ് ആണ് ക്ലാസ് എൽസ്വെയർ നോട്ട്സ്. എൽസ്വെയർ പറഞ്ഞാൽ എന്താണ്? എവിടെയോ ഒന്ന് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് ആ നമ്പർ. അതായത് ഡയറക്ട്സ് ദ ക്ലാസിഫയർ ടു എ ഡിസ്റ്റിങ്ക്ട് ഇൻഡിപെൻഡന്റ് നമ്പർ ഫോർ എ സബ്ജക്ട്. അതായത് കറന്റ് എൻട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത സബ്ജക്റ്റിലോട്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്പർ കിട്ടണം. അപ്പോൾ ക്ലാസിഫയറിനെ ഡയറക്റ്റ് ചെയ്യാൻ ഒരു നമ്പറിലോട്ട്, ഇതുമായിട്ട് സാമ്യമുള്ള ഏതൊരു നമ്പറിലോട്ട് റെഫർ ചെയ്യാൻ. ദിസ് ഇസ് അനോലോഗസ് ടു സി ക്രോസ് റെഫറൻസ് ഇൻ സബ്ജക്ട് ഹെഡിങ്സ്. ഇത് കറന്റ് എൻട്രി ഉണ്ട്, അതുമായിട്ട് സാമ്യമുള്ള എന്തോ റിലേറ്റ് ചെയ്തതിൽ ക്ലാസ് എൽസ്വെയർ എവിടെയോ ഉണ്ട്, എന്നിട്ട് ഒരു കറക്റ്റ് ഇൻഡിപെൻഡന്റ് നമ്പർ കിട്ടാൻ, ഒരു ഇൻഡിപെൻഡന്റ്ലി ഒരു നമ്പർ ഒരു സബ്ജക്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് എൽസ്വെയർ നോട്ട്സ് എന്ന നോട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ വി ക്യാൻ മൂവ് ടു ക്ലാസ് ഇൻ നോട്ട്സ്. അതായത് ഒരു ക്ലാസ് തന്നിട്ടുണ്ട്, ബട്ട് അത് ആ നമ്പറിനകത്ത് ഇത് ഇൻക്ലൂഡഡ് അല്ല, ബട്ട് അത് ഇൻക്ലൂഡഡ് ആണ്, വേറൊരു നമ്പറിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ക്ലാസ് ഇൻ നോട്ട്സ്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ക്ലിയർ ആവും. 523.30222 മൂൺ പിക്ചേഴ്സ് ആൻഡ് ഡിസൈൻസ്. മൂണിന്റെ പിക്ചേഴ്സും ഡിസൈൻസും ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ബട്ട് അവർ പറയുന്നുണ്ട് ക്ലാസ് ചാർട്ട്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഇൻ 523.39. അതായത് മൂണിന്റെ ചാർട്ട്സും ഫോട്ടോഗ്രാഫ്സും കിട്ടണമെങ്കിൽ ഈ നമ്പർ കൊടുക്കാൻ പറ്റില്ല. അതിനെന്ത് നോക്കണം? ക്ലാസ് ചാർട്ട്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് എന്നതിന്റെ ക്ലാസ് നമുക്ക് എവിടെയുണ്ട്? ഇൻ 523.39. അതാണ് ക്ലാസ് ഇൻ എന്ന് പറയുന്നത്. അതായത് ഈ 523.30222 എന്നതിൽ മൂന്നിന്റെ ചാർട്ടും ഫോട്ടോഗ്രാഫ്സും ഇൻക്ലൂഡ് അല്ല, ബട്ട് അതിന്റെ ചാർട്ട്സും ഫോട്ടോഗ്രാഫ്സും കിട്ടണമെങ്കിൽ വേറൊരു ക്ലാസ് ഉണ്ട്, അതാണ് 523.39 എന്നുള്ളത്. അടുത്തൊരു എക്സാമ്പിൾ ആണ് 177.1 എത്തിക്സ് ഓഫ് കേർട്സി പൊളൈറ്റ്നെസ് ഹോസ്പിറ്റാലിറ്റി, ബട്ട് ക്ലാസ് എറ്റിക്വിറ്റി ഇൻ 395. എറ്റിക്വിറ്റിക്ക് വേറൊരു സെപ്പറേറ്റ് സബ്ജക്ട് തന്നെ ഉണ്ട് ഇതിന് പുറമെ, അത് നോക്കാനാണ് 395 പോകുന്നത്. അതാണ് ക്ലാസ് ഇൻ നോട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സി നോട്ട്സ്. അതായത് ക്രോസ് റെഫേഴ്സ് ടു റിലേറ്റഡ് നമ്പർ ഫോർ എ സ്പെസിഫിക് ടോപ്പിക്. ഒരു സ്പെസിഫിക്കലി ഒരു ടോപ്പിക്ക് കിട്ടണമെങ്കിൽ വേറൊന്ന് റെഫർ ചെയ്യാൻ പറയുക. ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ 398.356
സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ തീംസ് ഇൻ ഫോക്ലോർ എന്നാണ് അതിന്റെ ഡിഫൈൻ ചെയ്യുന്നത്. ആ നമ്പറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇതാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ബട്ട് വി വാണ്ട് ടു നോ അബൌട്ട് ദ മെഡിക്കൽ ഫോക്ലോർ. മെഡിക്കൽ ഫോക്ലോർ ഇതിൽ എന്തായാലും ടോപ്പിക് ഹെഡിങ്ങിൽ ഇല്ല. അപ്പൊ നമുക്ക് മെഡിക്കൽ ഫോക്ലോർ ആണ് വേണമെങ്കിൽ നമ്മൾ എന്ത് നോക്കാനാ പറയുന്നത്? ഫോർ മെഡിക്കൽ ഫോക്ലോറിന് വേണ്ടി ഇത് നോക്കൂ. എന്ത് 398.353 എന്ന നമ്പർ നോക്കൂ എന്നാണ് പറയുന്നത്. ഇത് ഒരു വേറിലോട്ട് റെഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് 181.45 യോഗ ഇന്ത്യൻ ഫിലോസഫി ആണ്. ബട്ട് ഫിസിക്കൽ യോഗയ്ക്ക് നമ്മൾ വേറെ നമ്പർ നോക്കൂ. ദെൻ ഹിന്ദു യോജിക് മെഡിറ്റേഷന് വേറെ നമ്പർ നോക്കൂ എന്നാണ് അവർ പറയുന്നത്. ഒരു ഡിസ്റ്റിങ് നമ്പർ, ഒരു സ്പെസിഫിക് ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഡിസ്റ്റിങ് ഇൻഡിപെൻഡന്റ് നമ്പർ വേണ്ടി ഇത് നോക്കൂ എന്നാണ് പറയുന്നത്. അതാണ് 4C എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ക്ലാസ് കോംപ്രഹെൻസീവ് വർക്ക്സ്. അതായത് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്നതിന് ഒരു സിംഗിൾ ക്ലാസ് നമ്പർ വേണം. അതാണ് മെയിൻ പർപ്പസ് ക്ലാസ് കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ സെന്റേർഡ് എൻട്രി അല്ലെങ്കിൽ സെന്റേർഡ് ഹെഡിങ് എന്നുള്ളതിന്റെ കോൺസെപ്റ്റ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ അത് പഠിക്കാനുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 181.412 to 181.48, അതായത് സ്പാൻ ഓഫ് നമ്പേഴ്സിൽ ഹിന്ദു ബ്രാഹ്മണിക്കൽ ഫിലോസഫി ഉണ്ട്. ബട്ട് ക്ലാസ് കോംപ്രഹെൻസീവ് വർക്ക്സ് ഇൻ 181.4 വരുന്ന നമ്പേഴ്സ് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതെന്ന് പറയുന്നത് സെന്റേർഡ് ഹെഡിങ് ആയിരിക്കും, സെന്റേർഡ് എൻട്രി ആയിരിക്കും. സെന്റേർഡ് എൻട്രി എങ്ങനെ നമ്മൾ തിരിച്ചറിയാം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ക്ലാസ് കോംപ്രഹെൻസീവ്. ഇതിന്റെ മെയിൻ എൻട്രി കണ്ടിന്യൂസ് സ്പാൻ ഓഫ് നമ്പേഴ്സ് വരുന്ന സമയത്താണുള്ള നോട്ട്സ് ആണ് ക്ലാസ് കോംപ്രഹെൻസീവ് വർക്ക്സ് എന്നുള്ളത് കൊടുക്കുക. ഡിസ്കണ്ടിന്യൂഡ് എൻട്രീസ് ഉണ്ട്. നമ്മുടെ ഡിസ്കണ്ടിന്യൂ എൻട്രീസ് യൂണിറ്റ് 1 പഠിച്ചു. അതായത് സ്ക്വയർ ബ്രാക്കറ്റ്സിലാണ് ഉണ്ടാവുക. സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് വരുന്ന നമ്പേഴ്സ് there is nothing meaning for that. So ഈ കറന്റ് എഡിഷനിൽ അത് ഡിസ്കണ്ടിന്യൂഡ് ആണ്. ബട്ട് അത് വേറെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ടൈപ്പ് എയും ഉണ്ട്, ടൈപ്പ് ബിയും ഉണ്ട്. ടൈപ്പ് എ എന്ന് പറയുന്നത് ഡു നോട്ട് യൂസ് ക്ലാസ്, അതായത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് 221.03 ഡിക്ഷണറീസ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആയിട്ട്. ബട്ട് അവർ പറയുന്നുണ്ട് ഡു നോട്ട് യൂസ് ക്ലാസ് ഡിക്ഷണറീസ് ആൻഡ് എൻസൈക്ലോപീഡിയാസ് ഇൻ 221.3, അതായത് 221.03 നിന്ന് അത് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് 221.3 അതാണ് അവിടെ പറയുന്നത്. ടൈപ്പ് ബി ആണ് ക്ലാസ് ഇൻ. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് 301.56 എന്നുള്ളത് എഡ്യൂക്കേഷണൽ സോഷ്യോളജി ആണ്. ബട്ട് ക്ലാസ് ഇൻ അത് വേറെ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് 370.19. അതാണ് ഡിസ്കണ്ടിന്യൂഡ് എൻട്രീസ് എന്നുള്ളത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് നോട്ട്സ്. നമ്മൾ എന്തിനാണ് ഈ നോട്ട്സ് നമ്മൾ പറഞ്ഞു? നമ്മൾ ഫേസ്റ്റ്ലി നമ്മൾ പറഞ്ഞു അത് എന്യൂമറേഷന് പുറമെ നോട്ട്സും ഈ ഡെഫിനേഷൻസും കൊടുക്കുന്നത് കൊണ്ട് ഒരു ഗുഡ് ക്ലാസിഫയർക്ക് പെട്ടെന്ന് കറക്റ്റ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. കറക്റ്റ് ഒരു ക്ലാസിഫയർ കറക്റ്റ്ലി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഡോക്യുമെന്റ്. അതേപോലെ തന്നെ യൂണിഫോമിറ്റി. ഒരു ക്ലാസിഫയർ എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് അടുത്ത ക്ലാസിഫയറും ഫോളോ ചെയ്യണമെങ്കിൽ ആ നോട്ട്സും ഡെഫിനേഷൻസും സ്പോക്ക് നോട്ട്സും കൃത്യമായിട്ട് യൂസ് ചെയ്യണം. അപ്പൊ കറക്റ്റ്ലി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടും ലോജിക്കലി ക്ലാരിഫൈസ് ദ DDC എഡിറ്റർ സ്ട്രക്ചർ ഓഫ് നോളജ്. ഒരു യൂണിവേഴ്സ് ഓഫ് നോളജ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്ജക്ട്സ് ഉണ്ട്. നമുക്ക് ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്ജക്ട്സ് നമ്മൾ അതിന് ഒരു ക്ലാസ് നമ്പർ കിട്ടണമെങ്കിൽ ആ നോട്ട്സും ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് യൂസ് ചെയ്യണം. അപ്പൊ കറക്റ്റ് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടും യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ടും ലോജിക്കലി കറക്റ്റ് ആവാൻ നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ള നമ്പർ ഒരു സബ്ജക്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ഈ നോട്ട്സും ഇൻസ്ട്രക്ഷൻസും യൂസ് ചെയ്യണത്. That's all the importance of the notes. Then we can recap the types of notes. What are the different types of the notes? Inclusion എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാൻഡിംഗ് റൂം ആണ്, നോട്ട് ഫുള്ളി ഡെവലപ്ഡ്. അതൊരു താൽക്കാലികമാണ്, അഡ്ഹോക് ബേസിസ് ആണ്. ഇനി ക്ലാസ് ഹിയർ ബ്രോഡ് ഓവർ നാരോ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിപ്പിക്കുക. ഇനി ക്ലാസ് വേർഡ്സ് ഒരു ഡിസ്ട്രിക്ട് നമ്പർ ക്ലാസിഫയറിനെ ഡയറക്റ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ 4C ക്രോസ് റെഫർ ചെയ്യാണ്. ക്രോസ് റെഫറൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. ഈ നമ്പറിന് ഇത് നോക്കൂ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി കോംപ്രഹെൻസീവ് വർക്ക്സ് ഫോർ നമ്പർ സ്പാൻ ഓഫ് നമ്പേഴ്സിനകത്ത് ഇത് ഉൾക്കൊള്ളിക്കുന്നു. പിന്നെ ഡിസ്കണ്ടിന്യൂഡ്, അതായത് റീലൊക്കേഷൻ ഇൻസ്ട്രക്ഷൻ, അതായത് ഒരു നമ്പർ ഇല്ല ബട്ട് അത് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടൈപ്സ് ഓഫ് നോട്ട്സ്. ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് ഒരു ഗുഡ് ക്ലാസിഫയറിനെ ക്ലാസിഫിക്കേഷൻ സ്കീം യൂസ് ചെയ്തുകൊണ്ട് ഒരു സബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്ത് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഡോക്യുമെന്റിനെ കറക്റ്റ് പ്ലേസ്, ആപ്റ്റ് പ്ലേസിൽ നമുക്ക് ലൈബ്രറിയിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. Then we can move to the centered headings. അതായത് DDC ഷെഡ്യൂൾ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം കുറച്ച് ഹെഡിങ്സ് ഒക്കെ സെന്റേർഡ് അല്ലെങ്കിൽ കുറച്ച് ബോൾഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും സാധാ ഫോണ്ടിനേക്കാളും സാധാ ടെക്സ്ചറിനേക്കാളും. അപ്പൊ സെന്റേർഡ് ഹെഡിങ്സ് എന്താ മെയിൻ ചെയ്യുന്നത്?
definition. An entry denoted by a continuous span of numbers എന്തിനെ represent ചെയ്യുന്നത്? A concept that has no specific single number in the hierarchy. ആ ഹൈറാർക്കി നമ്മൾ പറഞ്ഞു DDC ഒരു ഹൈറാർക്കിക്കൽ നേച്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. ആ ഹൈറാർക്കിക്കൽ നേച്ചറിൽ ഒരു സ്പെസിഫിക് സിംഗിൾ നമ്പർ ഇല്ല എന്നതിന്റെ കോൺസെപ്റ്റ് ആണ്. അവിടെ ഈ സെന്റേർഡ് ഹെഡിങ്ങിന്റെ അവിടെ ഹൈറാർക്കി എന്നൊരു മൊണോട്ടോണി അവിടെ ബ്രേക്ക് ചെയ്യാണ് DDCന്റെ. അപ്പൊ ഒരു കോൺസെപ്റ്റ് ആണ് സെന്റേർഡ് ഹെഡിങ്ങിൽ അവിടെ ഉൾക്കൊള്ളിക്കുന്നത്. ഒരു അപ്പൊ അത് സെന്റേർഡ് ഹെഡിങ് എങ്ങനെ തിരിച്ചറിയാം? അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് മാർജിനിൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതായത് ആരോ പോലെ പോയിന്റ് ചെയ്ത സ്ലൈഡിൽ കാണിക്കുന്നത് പോലെ തന്നിട്ടുണ്ടാവും. അതാണ് സെന്റേർഡ് ഹെഡിങ്. ഇപ്പൊ 3812 382 അതൊരു സ്പാൻ ഓഫ് നമ്പേഴ്സ് ആണ്. ജനറൽ, ഇന്റേണൽ ആൻഡ് ഇന്റർനാഷണൽ കൊമേഴ്സ്, ട്രേഡിന്റെ. അപ്പൊ അത് ഒരു സെന്റേർഡ് ഹെഡിങ് ആണ് തിരിച്ചറിയണമെങ്കിൽ അത് സെന്റേർഡ് ആയിരിക്കുന്ന പേജിന്റെ അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് മാർജിന്റെ ഒരു ആരോ മാർക്ക് ആയിട്ട് ഉണ്ടാവണം. അങ്ങനെയാണ് നമ്മൾ സെന്റേർഡ് ഹെഡിങ് ആണ് തിരിച്ചറിയാം. ഇപ്പൊ ഓൾവേസ് പ്രിന്റഡ് ഇൻ ദ സെന്റർ ഓഫ് ദ പേജ് വിത്ത് ട്രയാങ്കിൾ ഓർ ആരോ ഓൺ ദ ലെഫ്റ്റ് മാർജിൻ. അതാണ് സെന്റേർഡ് ഹെഡിങ്സ് എന്നുള്ളത്. നമുക്ക് അതിന്റെ ഫംഗ്ഷൻസും എക്സാമ്പിൾസും എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ ആക്ച്വലി breaks hierarchy to provide brief class numbers for subdivisions. Subdivisionsന്റെ ക്ലാസ് നമ്പേഴ്സ് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഹൈറാർക്കി എന്നൊരു പ്രോപ്പർട്ടി DDCയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. 220 ബൈബിൾ. നെക്സ്റ്റ് വൺ ആണ് 220 കഴിഞ്ഞ 221 ഉണ്ടാവും. അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ്. ഇതിന് അവിടെ കൊടുത്തിട്ടുണ്ട് ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ഒരു സെന്റേർഡ് ആയിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് 2222, അതായത് 2222 2 to 4 വരെ സ്പെസിഫിക് പാർട്സ് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഒരു സ്പാൻ ഓഫ് നമ്പേഴ്സിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ സ്പെസിഫിക് പാർട്സ് ഉൾക്കൊണ്ട് അത് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് സബ് ഡിവൈഡിങ് 2 to 1, അതായത് 2 to 1 സബ് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഒരു സ്പാൻ ഓഫ് നമ്പർ കൊടുത്തിട്ട് പാർട്സ് ഡിനോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ റൂൾ പറയുന്നത് ഓൾവേസ് കണ്ടെയ്ൻ എ നോട്ട് ഫോർ കോംപ്രഹെൻസീവ് വർക്ക്സ് എന്നൊരു നമുക്കൊരു നോട്ട് നമ്മൾ പഠിച്ചു. കോംപ്രഹെൻസീവ് വർക്ക് എന്നൊരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ക്ലാസ് കോംപ്രഹെൻസീവ് വർക്ക്സ് ഇൻ 250 അങ്ങനെ എന്തെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിലൂടെ ഐഡന്റിഫൈ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. 373.3 to 0.9 വരെയുള്ളൂ. അതൊരു സെന്റേർഡ് ഹെഡിങ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് മിയർലി എ ഗ്രൂപ്പ് ഓഫ് കണ്ടിന്യൂസ് നമ്പർ ആണ്. 373.3, 0.4, 0.5, 0.6, 0.7, 0.8, 0.9 ഒരു കണ്ടിന്യൂസ് നമ്പർ ആണ്. ഇപ്പൊ പിന്നെ അതൊരു ആരോ മാർക്കും ഇല്ല. സോ ദാറ്റ്സ് നോട്ട് എ സെന്റേർഡ് ഹെൻറി. ദെൻ ലെഫ്റ്റ് മാർജിനിൽ ആരോ മാർക്ക് ഉണ്ട്. 251 to 254 അതൊരു സ്പാൻ ഓഫ് നമ്പേഴ്സ് ആണ്. പിന്നെ ട്രയാങ്കിൾ സിമ്പിൾ ഉണ്ട്. സെന്റേർഡ് പ്രിന്റിംഗ് ആണ്. ദെൻ അബ്സല്യൂട്ട്ലി ഇറ്റ് ഇസ് എ സെന്റേർഡ് എൻട്രി ഓർ സെന്റേർഡ് ഹെഡിങ്. അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ നമ്പർ ബിൽഡിംഗ് നോട്ട്സ്. നമ്മളിപ്പോ എങ്ങനെ നോട്ട്സും അതിന്റെ ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എങ്ങനെ നമ്മൾ ഇതിനെ സിന്തസൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ഷെഡ്യൂളിൽ എടുത്ത നമ്പറിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്ത് സിന്തസിസ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു കംപ്ലീറ്റ് ക്ലാസ് നമ്പർ കിട്ടുക. അപ്പോൾ എക്സ്റ്റൻഷൻ ഓഫ് എനി നമ്പർ ഇൻ ദ ഷെഡ്യൂൾ വോളിയം 2 ബൈ എങ്ങനെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം? ടേബിൾസ് യൂസ് ചെയ്ത് 1 to 7 ടേബിൾസ് ഉണ്ട് വോളിയം 1, അത് യൂസ് ചെയ്തിട്ട്. പിന്നെ ഷെഡ്യൂൾ തന്നെ മെയിൻ ക്ലാസ് നമ്പറും ബേസ് നമ്പർ എടുക്കാം. അപ്പൊ ബേസ് നമ്പർ പ്ലസ് എക്സ്റ്റൻഷൻ എന്നാൽ മാത്രമാണ് എനിക്ക് ബിൽഡ് ക്ലാസ് നമ്പർ നമുക്ക് കിട്ടുള്ളൂ. അതിന് ടൈപ്സ് ഓഫ് എക്സ്റ്റൻഷൻ ഉണ്ട്. വിത്തൗട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഓൺ ഇൻസ്ട്രക്ഷൻസ് ഓൺലി ഉണ്ട്. അതായത് സ്റ്റാൻഡേർഡ് സബ്ഡിവിഷൻ ടേബിൾ 1 എന്നുള്ളതിൽ നിന്ന് ക്യാൻ ബി ആഡഡ് ടു എനി നമ്പർ. ഒരു ഇൻസ്ട്രക്ഷനോ റെസ്ട്രിക്ഷനോ ഇല്ലാതെ നമുക്ക് ആഡ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് ടേബിൾ 2 ഏരിയാസിൽ നിന്നും ടേബിൾ 5 റേഷണൽ എത്നിക് ഗ്രൂപ്പ്സിൽ നിന്നും ടേബിൾ 7 പേഴ്സൺസ്, അത് 09 ഏരിയാസ്, 088 ഗ്രൂപ്പ്സ്, 089 പേഴ്സൺസ് എന്ന നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സബ്ഡിവിഷനിൽ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഈ നമ്പേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. ഓൺ ഇൻസ്ട്രക്ഷൻ അത് ടേബിൾ 1 സ്റ്റാൻഡേർഡ് സബ്ഡിവിഷനിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. വിത്തൗട്ട് ഇൻസ്ട്രക്ഷൻസ്, വിത്ത് ഇൻസ്ട്രക്ഷൻ ടേബിൾ 2 to 7 കംപ്ലീറ്റ്. വി വാണ്ട് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ്. എങ്ങനെ ഉണ്ടാവുക ഇൻസ്ട്രക്ഷൻ? ആഡ് ടു ബേസ് നമ്പർ, ദ നമ്പർ ഫോളോയിങ് ദീസ് നമ്പേഴ്സ്, അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്താൽ മാത്രമാണ് ടേബിൾ 2 to 7 നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ടേബിൾ 1 നമുക്ക് ഈ 09, 088 അങ്ങനെയുള്ളത് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇതാണ് ഇങ്ങനെ നമുക്കൊരു ബേസ് നമ്പറിലൂടെ ഒരു എക്സ്റ്റൻഷൻ നമ്പർ ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു നമ്പർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതാണ് 2 ടൈപ്സ് ഓഫ് എക്സ്റ്റൻഷൻ. ദെൻ ആഡ് ടു ഇൻസ്ട്രക്ഷൻ ടൈപ്സ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, കളക്റ്റീവ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പൻഡ് ടു സ്പെസിഫിക് എൻട്രി. സോ സ്പെസിഫിക് എൻട്രിക്ക് മാത്രമാണ് ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് 333.31 ലാൻഡ് റിഫോം, അതിന് താഴെ പറയുന്നുണ്ട്
areas notation 429 from table 2 to the base number 333.31. 333.31 എന്ന ബേസ് നമ്പറിലൂടെ ഏരിയ എന്ന ടേബിളിൽ നിന്ന് 429 എന്ന നൊട്ടേഷൻ അവിടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ബേസ് നമ്പറിലൂടെ ആഡ് ചെയ്ത് നമുക്ക് എക്സ്റ്റൻഷൻ ആഡ് ചെയ്ത് നമുക്കൊരു നമ്പർ ബിൽഡ് ചെയ്യാം. അവിടെ ആ 33.31 എന്നതിന് മാത്രമാണ് ഒരു എൻട്രി, ഒരു ആഡ് ടു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് കളക്റ്റീവ് ഇൻസ്ട്രക്ഷൻ. അപ്ലൈസ് ടു സീരീസ് ഓഫ് നമ്പേഴ്സ് വിത്ത് ആൻ ആസ്ട്രിക്. ക്ലാസ് കോംപ്രഹെൻസീവ് പറഞ്ഞ പോലെ അവിടെ ഫുട് നോട്ട് ആയിട്ട് ആസ്ട്രിക് ഉണ്ടാവും. ആഡ് ടു ബേസ് നമ്പർ ആസ് ഇൻസ്ട്രക്റ്റഡ് അണ്ടർ 420249. അത് സ്പാൻ ഓഫ് നമ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൊടുക്കും. അതാണ് കളക്റ്റീവ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഈ 4202 490 വരെയുള്ള എല്ലാ നമ്പേഴ്സിനും ആസ്ട്രിക്ട് മാർക്ക് ചെയ്തുകൊണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാം ആ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാം. അതാണ് കളക്റ്റീവ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ 2 types of instruction, individual instruction and collective instruction. Then we can go to the summary, total summary. Definitions നമ്മൾ നോക്കി, clarify, scope, boundaries, അതിന്റെ scope notes, different types of notes പഠിച്ചു. ഇൻക്ലൂഷൻ നോട്ട് അതൊരു അഡ്ഹോക് സ്റ്റാൻഡിംഗ് റൂം ആണ്, താൽക്കാലികമായി ടെമ്പററി ആണ്. പിന്നെ ക്ലാസ് എൽസ്വേർ ഓർ ക്ലാസ് ഹിയർ, അങ്ങനെ പ്രാക്ടിക്കലിന്റെ പ്ലേസ്മെന്റ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യണം. പിന്നെ സെന്റേർഡ് എൻട്രി എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നോക്കി, അതിന്റെ കോൺസെപ്റ്റ് പഠിച്ചു. അവിടെ നമ്മൾ അതിന്റെ പ്രോപ്പർട്ടി ഒരു ബ്രേക്ക് ചെയ്യുന്നത് DDCന്റെ എന്തായിരുന്നു, ഹൈറാർക്കി അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്പർ ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഒരു സിന്തസിസ് ആണെന്നുള്ളത്. 2 types of instruction പഠിച്ചു, 2 types of extension പഠിച്ചു. അതൊക്കെയാണ് ടോട്ടൽ സമ്മറി. സോ ഇത് നമ്മുടെ നോട്ട് ആഡ് ടു ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒരു DDCന്റെ ബാക്ക് ബോൺ ആയിട്ട് തന്നെ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്പർ നമുക്ക് ഒരു ബേസ് നമ്പർ മാത്രം കിട്ടിയാൽ പോലെ. ബേസ് നമ്പറിന് കൂടെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ്, ഒരു എക്സ്റ്റൻഷൻ വേണമെങ്കിൽ നമുക്കൊരു നോട്ടും എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ് തന്നാൽ മാത്രമാണ് നമുക്കൊരു കംപ്ലീറ്റ് ഒരു നമ്പറിനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ദീസ് നോട്ട്സ് എൻഷുർ കൺസിസ്റ്റൻസി ഇൻ ക്ലാസിഫിക്കേഷൻ ഒക്കെ, ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കും, ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോട്ട്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നോട്ട്സ്, അപ്പൊ ഒരു ഷെഡ്യൂൾ ഷെഡ്യൂളിന് ബേസ് നമ്പർ എങ്ങനെ എടുക്കാന്ന് നോക്കി, അതിലുള്ള എക്സ്റ്റൻഷൻ എങ്ങനെ ആഡ് ടു ഇൻസ്ട്രക്ഷൻസ്, അങ്ങനെ ടൈപ്സ് നമ്മൾ എക്സ്റ്റൻഷൻ പഠിച്ചു. എക്സ്റ്റൻഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഓപ്പൺ വോളിയം 2 ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ലൊക്കേറ്റ് ആഡ് ടു നോട്ട് ലൊക്കേറ്റ് ചെയ്യുക, ദെൻ എക്സ്റ്റൻഷൻ ആ ഒരു ആഡ് ടു നോട്ട് ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്യുക, നമ്പർ ബിൽഡ് ചെയ്യുക. അങ്ങനെയാണ് ഒരു ക്ലാസിഫിക്കേഷൻ നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ യൂണിറ്റ് 2 ഡെഫിനിഷൻ, സ്കോപ്പ് ആൻഡ് ഓഫ് ദ DDC. That's all about the unit 2 topic. Thank you.